എനിക്ക് വേടനോട് പറയാനുള്ളത്, വേടന്റെ വരികളെല്ലാം പൂർവ്വകാല സ്മരണകളാണ്. വേടൻ ഇത്തരം വരികളെല്ലാം ഉപേക്ഷിക്കണം. വേടൻ പ്രതിനിധാനം ചെയ്യുന്നത് പിന്നോക്കക്കാരെയും ആയിരക്കണക്കിന് വർഷങ്ങളോളം അടിമകളാക്കപ്പെട്ട് ആഹാരവും വസ്ത്രവും മരുന്നും ഭക്ഷണവും കിടക്കവും ഇല്ലാത്തവരെയാണ്. ഉടയോന്റെ ചാണകം വാരിയും കുഴികുത്തി കഞ്ഞി കുടിച്ചും ജീവിച്ച നൂറുകണക്കിന് ജനവിഭാഗങ്ങളുടെ നാടാണ് നമ്മളുടേത്. മേലാളനായ സുരേഷ് ഗോപി ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് അടുത്ത ജന്മമെങ്കിലും ബ്രാഹ്മണനായി ജനിക്കണമെന്ന്. ബ്രാഹ്മണനായിരുന്നിട്ട് പോലും താൻ കുറഞ്ഞ ജാതിക്കാരനാണ് എന്നുള്ള തോന്നലാണ് അദ്ദേഹത്തെ കൊണ്ട്, ഈ ഉന്നതകുല ജാതനെ കൊണ്ട് ഇതുപോലും പറയിപ്പിച്ചത്. ഒരു ഉന്നതകുല ജാതൻ പോലും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നാമെല്ലാം എന്താണ് ചിന്തിക്കേണ്ടത്? ബ്രാഹ്മണൻ ഒഴികെ മറ്റൊരു ജാതിക്കാരനും തൃപ്തനല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ വായിലൂടെ പുറത്തു വന്നത്. ജാതികൾ കാലഭരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും അംബേദ്കറുമൊക്കെ തെളിയിച്ചത് ബ്രാഹ്മണനൊപ്പമോ അല്ലെങ്കിൽ അവർക്ക് മുകളിലോ ജീവിക്കുക എന്നുള്ള തത്വമാണ്. വേടന്റെ വരികൾ യുവാക്കളെ ഹരം കൊള്ളിക്കുന്നു. അതെല്ലാം പൂർവികർ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിയിക്കൽ മാത്രമാണ്. നാം ഇന്ന് പഴയകാല സ്മരണകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ടവരല്ല. നമുക്ക് കടക്കാൻ കടമ്പകൾ ധാരാളമുണ്ട്. ഏറ്റവും താഴ്ന്നവും ബ്രാഹ്മണനിലേക്കുള്ള ദൂരം നാം കടക്കേണ്ടതാണ്. അതിനുള്ള വരികളാണ് വേടൻ ഇനി എഴുതേണ്ടത്. ഓർമ്മപ്പെടുത്തലുകൾ നല്ലതാണ്, പക്ഷേ അത് ഓർത്തുകൊണ്ട് ദുഃഖിച്ചിരിക്കേണ്ടതല്ല. ചക്കടവണ്ടിയിൽ നമ്മുടെ പൂർവികർ സഞ്ചരിച്ചു എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ചക്കടവണ്ടി വാങ്ങുമോ? ജാതിവരെയും വർണ്ണവരെയും ലോകം മുഴുവൻ കൊടിമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ലോകം മുഴുവനും അതിന്ന് കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നാം ഇന്ന് പറയേണ്ടതും പാടേണ്ടതും നമ്മൾ താഴ്ന്നവരായിരുന്നു എന്നുള്ളതല്ല, നമ്മൾ ഉയർന്നവരാകണം എന്നുള്ളതാണ്. വേടന്റെ വരികളിൽ ഇനി വരേണ്ടത് അടിച്ചമർത്തപ്പെട്ടവന്റെയും അടിമയാക്കപ്പെട്ടവന്റെയും കഥനകഥകളല്ല, മറിച്ച് നമ്മുടെ പൂർവികർക്ക് നഷ്ടപ്പെട്ടു പോയത്, നേടാൻ കഴിയാതെ പോയത് പലതും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതെല്ലാം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതായിരിക്കണം വേടന്റെ വരികൾ. നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കാളിയാട്ടവും മുടിയടിച്ചാട്ടവും വട്ടക്കളിയും കുംഭനൃത്തവുമല്ല. നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കഥകളിയും മോഹിനിയാട്ടവും ഓട്ടന്തവും തിരുവാതിരകളിയുമാണ്. എങ്കിൽ മാത്രമേ അവർക്കൊപ്പം എത്താൻ കഴിയുകയുള്ളൂ. കഥനകഥകൾ പാടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും അവിടെ എത്താൻ നമുക്ക് കഴിയുകയില്ല. അതാണ് അയ്യങ്കാളി നമുക്ക് കാണിച്ചു തന്നത്. രാജാവിനെ പോലെ വസ്ത്രമണിയാണും അന്നുണ്ടായിരുന്ന വില്ലുവണ്ടികളിൽ വച്ച് ഏറ്റവും മഹത്തായ വില്ലുവണ്ടിയിൽ അദ്ദേഹം സഞ്ചരിച്ചുമാണ് അത് തെളിയിച്ചത്. വേടനിനി ചെയ്യേണ്ടത് തൻ്റെ സമൂഹത്തിന് ലക്ഷ്യബോധമുള്ള വരികളാണ് നൽകേണ്ടത്. തൊപ്പിപ്പാള ധരിച്ച് പാടത്ത് പണിയെടുത്ത് നിൽക്കുന്ന നമ്മുടെ പൂർവികരെ അല്ല നമ്മൾ കാണേണ്ടത്, IAS കസേരയിലിരിക്കുന്ന നമ്മുടെ പിൻഗാമികളെയാണ്. നാടൻ പാട്ടുപാടി നടക്കുന്ന ഒരു തലമുറയെ നമുക്കിനി ആവശ്യമില്ല. കാരണം ഈ പാട്ടുകളെല്ലാം വയലിൽ പണിയെടുക്കുന്നവരുടെയും തൊഴിൽ സംബന്ധമായ വായ്ത്താരണികളാണ്. അതൊന്നും ഇനി ആവശ്യമുള്ളതല്ല. നമ്മുടെ വയലുകളെല്ലാം ഇന്ന് ഉഴുതുമറിക്കുന്നത് ട്രാക്ടറുകളാണ്. അവിടെ വായ്ത്താരണികൾ ആവശ്യമില്ല. അവിടെ വേണ്ടത് പെട്രോളാണ്. നമ്മുടെ വരും തലമുറയെ ശാസ്ത്രീയ സംഗീതവും ആധുനിക സംഗീതവുമാണ് പഠിപ്പിക്കേണ്ടത്. നാടൻപാട്ട് വേണ്ട എന്നല്ല. നാടൻപാട്ടിലെ വരികൾ ജനസമൂഹത്തെ ആധുനിക ലോകത്തേക്ക് നയിക്കുന്നതാവണം വരികൾ. ഇത് വേടനുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രം.